ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ശനിയാഴ്ചയാണ്. ഇന്നത്തെ വർക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. സെബ്രോണിക്സിൻ്റെ ഒരു ജൂക്ക് ബാറാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഞാൻ ഒരെണ്ണം ചെയ്തായിരുന്നു, റെഡി ആയിട്ടുണ്ട്. ഇത് ഡെഡാണിത്. ഇതാണ് സെറ്റ്. ഒരു സബ്വൂഫർ ബോക്സ് സഹിതം ഉള്ള സാധനമാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് സെബ്രോണിക്സ് ജൂക്ക് ബാർ 9400 പ്രോ ഡോൾബി 5.1 ഇതാണ് അതിൻ്റെ മോഡൽ നമ്പർ. 5 സ്പീക്കർ ഇതിനകത്ത് തന്നെയാണ് പോകുന്നത്. ARC ഉള്ള ഇന്നും ഒപ്റ്റിക്കൽ ഇൻപുട്ടും ഓക്സ് ഇൻപുട്ടും ഒക്കെ ഉള്ള നല്ലൊരു ഡി ക്ലാസ് ആംപ്ലിഫയർ ഉള്ള സബ്വൂഫർ സഹിതമുള്ള ബോർഡാണ്. അപ്പം ഞാനത് അഴിച്ചു. അതിൻ്റെ ബോർഡെല്ലാം കൂടെ ഒരു പെട്ടിക്കകത്താക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പം അത് അഴിക്കണം. ഇതും കൂടെ ഞാൻ അഴിക്കാം. ഇത് ബോക്സ് വേറെ ഒരു ബോർഡെല്ലാം കൂടെ വേറൊരു ബോക്സിലാക്കി വെച്ചിരിക്കുന്നത്. ഈ സ്ക്രൂ ഇച്ചിരി വ്യത്യാസമുണ്ട്, ഓർത്തോണേ. ഇച്ചിരി ചെറിയ സ്ക്രൂ ആ, മറ്റേ ഇച്ചിരി വലിയ സ്ക്രൂവാ. ഇന്നലെ ചെയ്ത സെറ്റല്ല. അല്ല, ഇന്നലെ ചെയ്ത സെറ്റ് വേറെ സെറ്റ്. ഇത് വേറൊരു സെറ്റ്. എല്ലാം സബ്രോണിക്കാണ്, ജൂക്കാണ്. ജൂക്ക് ബാർ സൗണ്ട് ബാറിന് അവരിട്ടിരിക്കുന്ന ഒരു പേരാണ് ജൂക്ക് ബാർ 9400 പ്രോ ഡോൾബി 5.1. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബോർഡൊക്കെ എലി കയറിയാലും ഇതിൻ്റെ വയറൊന്നും കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി നല്ലൊരു പെട്ടിക്കകത്തോട്ട് ആക്കിയിരിക്കുക. സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം. ചുക്കിടി എന്നാലും കയറി കേട്ടോ. ഇങ്ങനെ പെട്ടി ഉണ്ടാക്കി പശ ഇട്ടിട്ട് വരെ ഈ കുഞ്ഞു തുളയെ കൂടെ ചുക്കിടി കയറി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതാണ് സംഭവം. ഇതിൻ്റെ പവർ സപ്ലൈ ബോർഡാണ് നമുക്ക് കാണുന്നത്. പവർ സപ്ലൈയുടെ ആ ഭാഗത്തൊക്കെ ഒരു കത്തൽ കാണുന്നുണ്ട്. നമുക്ക് അവനെ പുറത്തേക്കെടുത്ത് വോൾട്ടേജൊക്കെ നോക്കാം. ഒരു ബ്രഷ് ഇങ്ങനത്തെ ഈ ചുക്കിരിയെല്ലാം തൂത്തുകളായിട്ട്. ആ ബ്രഷല്ല, അല്ല, ആ വലിയ മറ്റേ. ആ വലിയ സ്ക്രൂ ഓർമ്മ തന്നെ. വലിയ സ്ക്രൂ. ആ, ഓക്കെ. ഈ ബോർഡ് ശരിയാക്കാൻ ഈ പെട്ടി അഴിക്കേണ്ട ആവശ്യമേ ഇല്ല. മനസ്സിലായോ? ആ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ പല ഫ്രണ്ടിലെ സബ്വൂഫറിൻ്റെ ഇതിനകത്തൂടെ എലി കയറിയാൽ എല്ലാം കട്ട് ചെയ്തിട്ട് പോകും. വയറിങ് എല്ലാം കട്ട് ചെയ്യും. ഇതിപ്പം എലി കയറിയാലും ഈ ബോർഡിലെത്തിയില്ല അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ വയറുണ്ട് അതിനകത്തോട്ട്. ആ വയറുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഓണല്ലായിരുന്നല്ലോ. എൻ്റെ തന്നെ. അയൺ കുത്തിക്കുക. ഇതാണ് എൻ്റെ മദർ ബോർഡ്.
ഇവർ പിന്നെ സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. ആദ്യം നമുക്ക് AC വോൾട്ടേജ് അവിടെ വരുന്നുണ്ടോ നോക്കാം. ഈ മീറ്ററിൽ നോക്കിയാൽ മതി കാണാൻ വരുന്നുണ്ടോന്ന്. 234 വോൾട്ട് അവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കേണ്ട മെയിൻ ഫിൽറ്ററിൽ വോൾട്ടേജ്, അത് DC ആണ്. DC ഇട്ടിട്ട് മെയിൻ ഫിൽറ്ററിൽ വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. മെയിൻ ഫിൽറ്ററിൽ 317 വോൾട്ട് മെയിൻ ഫിൽറ്ററിലും വരുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇനി ഇത് ലോഡഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ബൾബ് എടുക്കണം. പോസിറ്റീവ് ബൾബ് എടുക്കും. തുടങ്ങിയോ? SMPS പവർ സപ്ലൈകൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഈ മെയിൻ ഫിൽറ്ററിനകത്ത് കപ്പാസിറ്റർ, അതായത് ഓസിലേഷൻ ഇല്ലാതെ കിടക്കുവാണെങ്കിൽ ചാർജ് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ കയറി ബോർഡെ പിടിക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവിടം വരെ ലോഡ് വരുന്നുണ്ടോ എന്നറിയാൻ ഒരു ബൾബ് എടുത്ത് ഇങ്ങനെ കൊടുത്ത് നോക്കിയതുണ്ടോ, ബൾബ് കത്തുമ്പോൾ അവിടെ കറണ്ടുണ്ട്. ഇനി അത് ഓസിലേഷൻ ആകാതെ അതിനകത്ത് ചാർജ് കിടപ്പുണ്ടെങ്കിൽ കറണ്ട് ഊരിയതിന് ശേഷം നമ്മൾ വീണ്ടും ബൾബ് മുട്ടിക്കണം. കണ്ടോ, ബൾബ് കത്തി. അപ്പോൾ ആ കപ്പാസിറ്ററിൽ ചാർജ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പ്രശ്നമാണ് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ PCB ഒന്ന് ഊരിയെടുത്ത് മാറ്റിയിട്ട് നോക്കാം. എൻ്റെ ലെൻസ് കൂടെ ഒന്ന് എടുത്ത് എനിക്ക് നമ്മൾ നോക്കേണ്ട. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ അത് PCB അവിടെ നിന്ന് മാറ്റിയെങ്കിലും ഇനി 24 വോൾട്ട് ആയിരിക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. സാധാരണ മതിക്കും. സാധാരണ നമുക്ക് +24 വോൾട്ട് തന്നെയാണ്. ആ റെഡ് 2 ലൈനും 24 വോൾട്ട് ആംബിയർ വരാൻ വേണ്ടി ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഈ ഒരു സപ്ലൈ തന്നെ കൂടുതൽ വയറുകൾ ഉപയോഗിക്കും. സോണിയൊക്കെ 5 വയറൊക്കെ സാംസങ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇവർ 2 വയറേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവർക്ക് അത്ര ആംബിയർ ഉള്ളെന്ന് വിചാരിച്ചു. അപ്പം അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ വോൾട്ടേജ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് പവർ സപ്ലൈയുടെ ഓരോ കംപ്ലൈൻ്റ് ഉള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് പവർ സപ്ലൈ വോൾട്ടേജ് 24 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ അറിയേണ്ടത്. ഞാൻ മീറ്റർ നോക്കുവാണ്. ഇത് 24 വോൾട്ട് ശരിക്കും വരുന്നുണ്ട് ഇപ്പോൾ. 24 വോൾട്ട്. അപ്പോൾ ശരിക്കായിട്ടും ഇത് ഓൺ ആകേണ്ടതാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ പവർ സപ്ലൈ ഓക്കെയാണ്. മദർ ബോർഡാണ് കംപ്ലൈൻ്റ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മദർ ബോർഡ് കംപ്ലൈൻറ്റ് വരുമ്പോൾ അതൊരു വലിയ തലവേദനയാണ്. അത് 5.1 ഉള്ള ഒരു ബോർഡാകുമ്പോൾ. അപ്പോൾ അത് നോക്കണം. ICകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം. 24 വോൾട്ട് വരുന്ന AC. അപ്പം മദർ ബോർഡ് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അത് വരാൻ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പവർ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകാതെ മദർ ബോർഡിൽ ഈ വിഷയം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് പവർ സപ്ലൈയിൽ ലൈൻസ് ഒരിച്ചിരി പ്ലാവൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് വിഷയം വേണ്ട കാര്യമില്ല, നമുക്കത് നോക്കാം. പക്ഷേ ലൈനിൽ ഒരു കറുപ്പ് കയറിയെന്നുള്ള ലൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ കറുപ്പ് കയറാൻ പാടില്ല. അതാണ് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞത്. PCB പക്ഷെ അവർ ഗ്രീനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും
ഇങ്ങനെ ഇവിടെ ഒരു ചില കത്തൽ റെസിസ്റ്ററിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ആ വോൾട്ടേജ് ഉണ്ട്, ഒരു ആംബിയർ കാണുകയില്ല ഓണാകാൻ മാത്രം, അല്ലെങ്കിൽ വോൾട്ടേജ് അതിന് കൂടുന്നു കാണും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴേ നമ്മളതെല്ലാം അറിയണമല്ലോ. ഞാനിതെല്ലാം കാണിക്കാൻ തയ്യാറാണേലും ചെയ്യുന്നത് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ ഓർക്കും ഞാൻ മനഃപൂർവ്വം എന്തോ ഹൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു കമൻ്റൊക്കെ വന്നു, മുഴുവൻ കാണിക്കുന്നില്ലെന്ന്. നമ്മൾ കാണിക്കാത്തതല്ല, റെക്കോർഡിങ് നടക്കുന്നില്ല. മറ്റേ ആ സിനിമയിൽ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ചേട്ടൻ ബാവ അനിയൻ ബാവയ്ക്കകത്തൊരു കോമഡി സീനുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ട് കാണും. അവർ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിയുമ്പോൾ ആ പാട്ട് വെച്ച് കഴിയുമ്പോൾ ടേപ്പ് റെക്കോർഡ് പാട്ട് പാടുന്നില്ല. അനിയും കേടി ചേട്ടൻ കേടി അവനൊരു കേടി എന്നൊരു പാട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ അവനോട് ചോദിക്കും ഇതെന്നാത്തിനെന്നാണ്, ഇത് റിപ്പയർ ചെയ്യാൻ തന്നതാണ്, റിപ്പയർ ചെയ്യാൻ തന്ന ടേപ്പ് റെക്കോർഡർ ഞാൻ കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ എന്നായിരുന്നു റിപ്പയർ കംപ്ലൈൻ്റ് എന്ന്? റെക്കോർഡിങ് വർക്ക് ചെയ്യുന്നില്ലെന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു ഇൻഷുറൻസ് പറയുന്ന ഓർക്കുന്നുണ്ടോ? അതൊക്കെ ഓർക്കാത്ത ഒരു മലയാളിയും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ റെക്കോർഡിങ് പല നേരവും വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് കിട്ടാതെ വരുന്നത്. ഞാൻ നിരപരാധിയാണ്. അപ്പോൾ അത് ചെയ്ത് തിന്നറും ബ്രഷ് കഴിഞ്ഞിട്ട് ചേട്ടാ. ഇച്ചിരി വേസ്റ്റ് കൂടെ. അവിടെ ചെറിയ ബൾബ് കിടപ്പുണ്ട്, ബൾബ്, കുഞ്ഞു ബൾബ്, അതായത് ഈ വലിയ ബൾബ് അല്ലാതെ ചെറിയ ബൾബ് കിടപ്പില്ല. നോക്കി ഉണ്ടോ? ഉണ്ടോ? അപ്പുറം കുഞ്ഞു ബൾബുണ്ട്, 24 വോൾട്ട് ഉണ്ടോ എന്ന് നോക്കി. ഉണ്ടോ? അത് 24 12? ഇത് 12 വോൾട്ടാണ്. വേറെ ഉണ്ടോ? അത് എത്രയാണെന്ന് എഴുതിയിട്ടുണ്ടോ? എഴുതിയില്ലേ? എഴുതി വെച്ചിരുന്ന് ഉരുകിപ്പോയാന്ന് തോന്നുന്നു. ഇത് 24 എനിക്ക് എഴുതിയിരിക്കുന്നത്. 24 വോൾട്ടെന്നല്ലേ എന്ന് തോന്നുന്നു. അല്ല ഇപ്പോൾ കൊടുക്കുമ്പോൾ ആണോ അല്ലോ എന്ന് അറിയേണ്ടി വരും. അല്ല മറ്റേതും കൂടി ഞാൻ രണ്ടും കൂടെ പാരൽ ചെയ്ത് അല്ല വേണ്ട, ഈ ഒരു ബൾബ് മതി. അത് 24 തോന്നുന്നു. $23 ലോഡ് ഉണ്ടോ നോക്കട്ടെ. ലോഡ് എടുക്കുമോ? എടുത്തല്ലോ. അപ്പോൾ ലോഡും എടുക്കുന്നുണ്ട്. പവർ സപ്ലൈ ഓക്കെയാണ്. അത് വെച്ചു. ഇനി ഇത് ലൈനെല്ലാം കറക്റ്റാണ്. നോക്കട്ടെ.
അപ്പോൾ നമ്മൾ കൊടുത്ത ലൈനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. 24 വോൾട്ട് വരുന്നുണ്ട്. ഒരു ബൾബ് കൊടുത്തു ഓക്കെ. പക്ഷെ നമ്മൾ ഇതേ കൊടുക്കാൻ പോകുന്നില്ല. കാരണം ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. മദർ ബോർഡിൽ ഒരു സാധനം ഞാൻ കണ്ടുപിടിച്ചു. അത് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടോ എന്നൊന്ന് കണ്ടുപിടിച്ചു ഒന്ന് കാണിച്ചേ. ഞാൻ അടുപ്പിച്ച് കാണിക്കുന്നത് കൊണ്ട് അത് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കി. നല്ലപോലെ അടുപ്പിച്ച് കാണിച്ചില്ലേ. എന്തായാലും ഒരു സാധനം പോയിരിപ്പുണ്ട്. 1 മീറ്റർ വെച്ചും ചെക്ക് ചെയ്യാതെ, ഒരു കൈകൊണ്ടും തൊടാതെ, ഒന്നും മണക്കാതെ ഞാൻ കണ്ടുപിടിച്ചു ഒരു സാധനം പോയിരിപ്പുണ്ട്. അറിയാവുന്ന മെക്കാനിക്കുകൾ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു സാധനം പോയിരിപ്പുണ്ട്. ഇതുണ്ടോ, ഹീറ്റ് സിങ്ക് കൊടുത്തിരിക്കുന്നുണ്ടോ IC-ക്ക്? 3 IC, അതായത് ഈ 3 IC ആണ് 2, 4, 6. ഇത് രണ്ട് പ്രോസസ്സറും ആമ്പും കൂടെ ഒന്നിച്ചുള്ള IC ആണത്. ഇത് വലിയ ചൂടൊന്നും ആകത്തൊന്നുമില്ല. എന്നാലും ചൂടായാൽ ഇതാകാൻ വേണ്ടിയിട്ട് ഇതുണ്ട്. ഈ 3 ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ കാര്യത്തിലൊക്കെ സെബ്രോണിക്കിനെ ഞാൻ സമ്മതിക്കുന്നു. ഏറ്റവും സിമ്പിളായിട്ട് വളരെ ചിലവ് കുറച്ച് ചെയ്തിട്ടുണ്ട്. കോയിലുകളൊക്കെ നല്ല കവറിങ് ഉള്ള കോയിലുകൾ തന്നെ ഇട്ടിട്ടുണ്ട്. കൊള്ളാം, നല്ല സെറ്റാണ്. ഇത് പ്രോസസ്സർ IC ആണ്. ഇത് കണ്ടോ, ARC ഒപ്റ്റിക്കൽ പ്രോസസ്സർ ബോർഡ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ബ്ലെൻഡ് ചെയ്തിരിക്കുകയാണിത്. പിന്നെ ഇത് ബ്ലൂടൂത്തിൻ്റേത്, അതും അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിമനോഹരമായ രീതിയിൽ വളരെ ചിലവ് കുറച്ച് അവർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പവർ സപ്ലൈയും വലിയ കുഴപ്പമില്ല, നല്ല പവർ സപ്ലൈ ആണ്. അതിൻ്റെ മെയിൻ ഫിൽറ്ററായിട്ട് 82 UF 450 വോൾട്ടാണ്. ഇത് 82 UF 450 വോൾട്ട് 82 UF മെയിൻ ഫിൽറ്റർ. പിന്നെ ഔട്ട്പുട്ടിലെ ഫിൽറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിക്കത്തില്ലാത്ത പോലെ പശയിലായിട്ട് വെച്ചിരിക്കണം. അത് എനിവേ എത്രയെങ്കിലും ആയിട്ട് 1000 2000 വല്ലതും ആയിരിക്കും അതിൻ്റെ. കിട്ടി 35 വോൾട്ട് 1000 UF 35 വോൾട്ട് 1000 UF ആണ്. അത് 2 എണ്ണം പാരൽ ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പം 2000 MF വരും അത് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കിട്ടിയ സാധനം 1000 UF 35 വോൾട്ട് തന്നെ ഇവിടെ ഒരുത്തനുണ്ട്. ഒരു കൊച്ചു കള്ളൻ, അവനെ ഞാൻ പോക്കാൻ പോവാണ്. ആരെങ്കിലും കണ്ടുപിടിച്ചോന്ന് ചോദിച്ചേ. ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഇനി ഞാൻ പറഞ്ഞ് പൊക്കാൻ പോവാന്ന് പറഞ്ഞ സ്ഥിതിക്ക് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ പറയാൻ? ഇനി പോട്ടെ. അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാനൊരു അവസരം ഞാൻ കൊടുത്തന്നേ ഉള്ളൂ. ഇവനാണ് പോയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇവനെന്ന് പറയത്തില്ല, ഇവളെന്നേ പറയത്തുള്ളൂ കേട്ടോ. ഇവനെന്ന് പറഞ്ഞാലും കുഴപ്പമാണ്. ഒരു കാരണമുണ്ടേ, ആ കാരണം പറയാം. ഇവളെന്ന് പറയാനുള്ള കാര്യം, ഇത് കണ്ട കാല് കണ്ടോ ഇരിക്കുന്നത്? വികലാംഗനുമാണ്, ഗർഭിണിയാണ്. ഇത് കണ്ടോ, ഒരു ഇച്ചിര തള്ളി നിൽക്കുന്നുണ്ടോ? അറിയാൻ മാത്രമില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി ഇവൾ ഗർഭിണിയായിരിക്കുന്നു. ഇവൾ പവർ സപ്ലൈയുമായിട്ട് കളിച്ച് ഗർഭിണിയായി. അപ്പം കറണ്ടെ കളിക്കുമ്പോൾ സൂക്ഷിക്കണം. ഇത് കണ്ടോ, ഈ കാലുകൾ കണ്ടോ ദ്രവിച്ച് വിട്ടിരിക്കുന്നു. ഇത് നമ്മൾ 1 മീറ്റർ വെച്ചും ചെക്ക് ചെയ്തില്ല, ഒന്നും ചെക്ക് ചെയ്തില്ല. ഇനി മീറ്ററെ ഞാനൊന്ന് ചെക്ക് ചെയ്യാതെ മീറ്ററിൽ എത്ര MFD കാണിക്കും നമുക്ക് നോക്കാം. കപ്പാസിറ്റർ MUF കാണിക്കേണ്ടതാണ്. 0.04 MUF എന്നൊക്കെ കാണിക്കുക. അത് ആ മീറ്ററിൽ തന്നെ കിടക്കുന്ന അല്ല 2.12 MUF എന്നൊക്കെ കാണിക്കുന്നത്. അത് 360 നേരം പിടിക്കണത്. നമുക്ക് പുതിയൊരു കപ്പാസിറ്റർ എടുത്ത് പിടിച്ച് നോക്കാം. ഇതേനാളെ അവൻ കാണിച്ചില്ല. പുതിയൊരു കപ്പാസിറ്റർ ഞാൻ എടുത്തുകൊണ്ട് വരാം. 1000 UF 35 വോൾട്ടല്ലേ. അതിന് നമുക്ക് ഇച്ചിരി കൂടെ പവറൊക്കെ കിട്ടാൻ വേണ്ടി ഇച്ചിരി കൂടെ കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എപ്പോഴും കപ്പാസിറ്റൻസ് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫിൽറ്ററിൽ അല്ലാതെ ഉള്ള സ്ഥലങ്ങളിൽ കൂട്ടാൻ പറ്റിയല്ല. മെയിൻ ഫിൽറ്ററിനകത്ത് ഫിൽറ്റർ വരുന്നിടത്ത് 1000 UF ഞാൻ തപ്പിയെടുക്കട്ടെ. 160 വോൾട്ടൊക്കെ അവിടെ കിടക്കുന്നത്. അത്രയൊന്നും ആവശ്യമില്ല.
1000. ഇത് 4735 വോൾട്ട്, അത്രയൊന്നും വേണ്ട. 1000 കയറി 4700 ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് 1000 ആണെന്ന് തോന്നുന്നു. ഇത് 25 വോൾട്ടുള്ളത് പറ്റിയില്ല. ഇത് 1000 BF 35 വോൾട്ട് തന്നെ, സാംസങ്ങിൻ്റെ കപ്പാസിറ്റർ. നല്ല കപ്പാസിറ്ററാണ്, അവനെ ഇടാം. സെയിം വോൾട്ടേജ് തന്നെ ഇടാം. കാരണം കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പുറം 235 കിടക്കുക. അപ്പം പിന്നെ സെയിം കപ്പാസിറ്റർ തന്നെയാണ്. ഒരു കൂട്ടിയിട്ടുമില്ല, ഒരു ഇഞ്ച് പോലും കുറച്ചിട്ടുമില്ല. ഇത് ചൈനീസ് കപ്പാസിറ്ററാണ്. ഇത് കിടന്നത് DUYI എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കിടന്ന കപ്പാസിറ്ററാണ് DUYI. ഇത് സാംസങ് ആണ്, സാംസങ്ങിൻ്റെ കപ്പാസിറ്ററാണിത്. ഇപ്പം കപ്പാസിറ്റർ ഇപ്പം മാർക്കറ്റ് നമുക്ക് കിട്ടുന്നതിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു കപ്പാസിറ്റർ സാംസങ്ങിൻ്റെ കപ്പാസിറ്ററാണ്. കെൽട്രോണും വലിയ കുഴപ്പമില്ല. നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ കേരളത്തിൽ അവൈലബിൾ അല്ല ഇപ്പോൾ. നമുക്കൊരുവിധം കിട്ടുന്ന സാംസങ് മാത്രമേ ഉള്ളൂ, പിന്നെ കെൽട്രോണും ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഷീൽഡ് വെച്ച് ആ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഹോളിൽ ഈ കപ്പാസിറ്റർ കടത്തണമല്ലോ. എന്നാണേലും ഹൈ വോൾട്ടേജ് കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. എന്ന് റെഗുലേഷൻ ഇല്ലാതെ വോൾട്ടേജ് കയറുമ്പോഴാണ് ഈ കപ്പാസിറ്റർ പോകുന്നത്. എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. സാധാരണ ഈ പവർ സപ്ലൈ അത് കൺട്രോൾ ചെയ്ത് വിടേണ്ടതാണ്. ഒരു ജീവി ചത്തിരിപ്പുണ്ട്, അവനെ നിർത്തി കിടക്കട്ടെ. 8 മൃതശരീരം ആണ്. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ 8 ഉണ്ട്. ആ ബ്രഷ് ചെയ്യുന്ന കേട്ടോ. കമ്പനി ചെയ്തിട്ടും 8 അവൻ്റെ ജോലി മറന്നിട്ടില്ല. അവൻ കയറി, അവനവിടെ കയറി, അവനത് സ്വയംഭൂ. ഇതൊന്ന് പിടിച്ച്, ബോർഡായിരുന്നു പിടിച്ച്. പിടിച്ചു. ഈ കപ്പാസിറ്റർ മൈനസ് അങ്ങോട്ട്, പോസിറ്റീവ് ഇങ്ങോട്ട് നിന്നാണ്. അപ്പം ഈ ഹോളിനകത്ത് വീണ്ടും ഡെഡ് ഇച്ചിരി കൂടി ഇരിപ്പുണ്ട്. അവനങ്ങനെ എടുത്ത് മാറ്റാം. അപ്പോഴേ നമുക്ക് ഈസി ആയിട്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഡ്യുവൽ സൈഡ് പ്രിൻ്റ് ആയതുകൊണ്ടാണ് ലെഡിങ് പോരാൻ ഇച്ചിരി മടുപ്പ്. കാരണം അത് മെറ്റൽ PCB ആണ്, പണ്ടത്തെ പോലത്തെ PCB അല്ലത്. അതിൽ തന്നെ ഹീറ്റ് അബ്സോർവ് ആവും. ഇവിടുന്ന് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ വരും. പിന്നെ പമ്പ് ഉപയോഗിച്ച് വേണേൽ എടുക്കാതെ, അതാകുമ്പോൾ ഇച്ചിരി ഈസി. ആ പമ്പിഞ്ഞെടുത്തു ഞാൻ മീൻസ് ഇതിപ്പോൾ ഞാനിവിടെ പിടിക്കുമ്പോൾ ചേട്ടാ പമ്പ് വെച്ച് ഇതെല്ലാം അടിച്ചാൽ മതി, അപ്പോൾ അങ്ങ് പോരും. ഞാൻ ഈ സൈഡിൽ നിന്ന് ആക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ തുളയാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് ആക്കണം. ആക്കിയോ? ആയി. ചേട്ടൻ വരാതെ തന്നെ ആയി. തന്നെ പോയി. വന്നതേ പേടിച്ചു പോയി. PCB തന്നെ പേടിച്ചു പോയി. അപ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ക്ലീൻ ചെയ്ത് പോസിറ്റീവ് നെഗറ്റീവ് ഒരു കാരണവശാലും മാറാതെ ഇടുക.
ഇത് കണ്ടോ, പടം കണ്ടോ, ഇങ്ങനെ വരയിട്ടിരിക്കുന്ന എല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഈ നെഗറ്റീവ് ഇങ്ങോട്ട് വരുത്തണം, പോസിറ്റീവ് അങ്ങോട്ട് വരണം. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒരു കാരണവശാലും തിരിയാൻ പാടില്ല. തിരിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും, കപ്പാസിറ്റർ പൊട്ടിപ്പോവും. നല്ലപോലെ സോൾഡർ ചെയ്യുക. നല്ലപോലെ ലെഡ് ഇട്ട് കൊടുക്കണം, 2 സൈഡിലോട്ട് ഇറങ്ങണം. ഇപ്പം നെഗറ്റീവ് ഇങ്ങോട്ടായിരുന്നു, ആ നെഗറ്റീവ് ഇങ്ങോട്ട് വന്നു. ചൈനീസ് കപ്പാസിറ്ററിൻ്റെ സ്ഥാനത്ത് കൊറിയൻ കപ്പാസിറ്റർ കയറി. സാംസങ് കൊറിയനാണല്ലോ, പക്ഷേ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ ആംപ്ലിഫയർ IC എന്ന് പറഞ്ഞിരിക്കുന്നത് ESMD ആണ്. ഇതാണ് IC, ഇതാണ് ഒന്ന് ഫോക്കസ് ചെയ്തു. ഇതാണ് IC. ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്, പോയാലും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഈ ബോർഡ്. ഇത് നമ്പർ വായിക്കാൻ പറ്റുമെന്ന് നോക്കി, പറ്റുമെങ്കിൽ ആ നമ്പറിലൂടെ ഒന്ന് വായിച്ചാൽ. എനിക്കിപ്പോൾ ഈ ഇത് വെച്ച് നോക്കിയിട്ട് അത്രയും അങ്ങോട്ട് നമ്പർ വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ പറ്റുന്നുണ്ടോ? കണക്കാ പഠിച്ചോ, നോക്കാം. അതെ, ഇതാണ് അതിൻ്റെ ആംപ്ലിഫയർ IC 62222. അതിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ESMT എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് കാണുന്നത്. ESMT AD 8258 4D എന്നാണ് നമ്പർ. ESMT AD 8258 4D എന്നാണ് ഈ ICയുടെ നമ്പർ കിടക്കുന്നത്. ഈ IC ഇപ്പോൾ ആംപ്ലിഫയർ പ്രശ്നം വന്നാലും നമുക്ക് ഈ IC കിട്ടുവാണെങ്കിൽ നമുക്ക് മാറിയിടാവുന്ന IC ഉള്ളൂ, വളരെ മാറാവുന്ന IC ഉള്ളത്. അപ്പോൾ അതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ മാറി, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ഓൺ ആകണം. പവർ സപ്ലൈ കൊടുക്കണം. പവർ സപ്ലൈ കഴിഞ്ഞിട്ട് ഇത് അതിൻ്റെ സപ്ലൈ തന്നെ മെയിൻ ബോർഡിലോട്ടുള്ള സപ്ലൈ. പിന്നെ ഈ ബോർഡ് അങ്ങോട്ട് സ്ക്രൂ ചെയ്തേക്കാം. ആ ബോർഡിന് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ആ ബോർഡ് അങ്ങ് ബോർഡിൻ്റെ സ്ക്രൂ ഇച്ചിരി ചെറുതാണ്, അത് നമുക്ക് സ്ക്രൂ ചെയ്യാം. ഒരെണ്ണം മുക്കി നോർമലായിട്ടും വർക്കാകേണ്ടതാണ്. കമ്പനിക്കാർ ബോർഡ് മാറണം, പുതിയ ബോർഡ് വെക്കണമെന്ന് കസ്റ്റമറോട് പറഞ്ഞതാണ്. നേരത്തെ ഒന്ന് ബോർഡ് മാറി കൊടുത്തതാണ് ഇവർക്ക്. കസ്റ്റമർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ബോർഡ് മാറാതെ രക്ഷപ്പെടും.
വേറെ പാത്രത്തിൽ സ്ക്രൂ ഒന്നും ഇല്ല ചേട്ടാ, ഇതല്ലേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചോണം, ഇത് മെറ്റൽ സ്ക്രൂ ആണ്, ഇങ്ങനെ മൂലയ്ക്കത്തെ. ബാക്കി 3 പ്ലാസ്റ്റിക് സ്ക്രൂ ആണ്. ഒരു ബലത്തിന് വേണ്ടി അവർ മെറ്റലാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഊരുമ്പോഴും അത് ശ്രദ്ധിക്കണം, ഇടുമ്പോഴും ശ്രദ്ധിക്കണം. സ്ക്രൂ കറക്റ്റായിട്ട് മെറ്റലിൽ പോകുന്ന ജാസ് പിരിയുള്ള സ്ക്രൂ ആണത്. മറ്റേ പ്ലാസ്റ്റിക് പിരിയാണ്, അതിന് 3 പ്ലാസ്റ്റിക് പിരി. നല്ലതായിട്ട് മുറുകി. ഇത് ബോഡി ആയിട്ടുള്ള മെറ്റലാണ്. ബോഡിയായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം ഒന്ന് കുത്തി നോക്കാം. ഒന്നകത്താണ് എത്തിയാലേ നമുക്ക് അറിയാൻ പറ്റും. ഒരു പോസിറ്റീവ്, സബ് ഊഫർ നെഗറ്റീവ് എന്ന്. അപ്പോൾ നമ്മൾ കുത്തുമ്പോഴും അത് നോക്കണം. ഇതുണ്ടോ, പോസിറ്റീവ് ആ സൈഡിലോട്ടാണേ, അത് നോക്കി കുത്തണേ. കാരണം അവിടെ ഈ വെട്ടമുള്ള ടൈപ്പ് പിന്നെ അല്ലാതെ ഇത് കണ്ടില്ലേ, ഈ തിരിച്ചും മറിച്ചും കുത്താവുന്നതാണ്. അതുകൊണ്ട് അബദ്ധം പറ്റാം. പക്ഷേ അവർ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമില്ല. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓണായി, ആണേ, സാധനം റെഡിയായി. ഇനി സ്റ്റാൻഡ്ബൈയിലാണ് കിടക്കുന്നത്. പവർ ആഹാ, ഒന്നുകൂടെ. ഇത്ര ഉള്ളോ ഇതിന്? ഇത്ര ഉള്ള പവറാണ്. ഒരു എഴുത്ത് വരേണ്ടതാണല്ലോ. വന്നു. ഓക്കെ. ശരി. അപ്പോൾ അതിൻ്റെ ഒരു പെൻഡ്രൈവ് കഴിഞ്ഞിരുന്നു.
പുടയിലുള്ള ഏതെങ്കിലും ഫ്യൂസോ അങ്ങനെ എന്തെങ്കിലും സാധനം ഇതിന് കാണുമല്ലോ, അത് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകാം. എന്നാണേലും ഒരു ഔട്ട്പുട്ടും കിട്ടാത്ത സ്ഥിതിക്ക്, ഇപ്പോൾ ഒരു സ്പീക്കറായിട്ടോ അങ്ങനെയൊന്നും പോയതല്ലല്ലോ, ഒരു ഔട്ട്പുട്ടും കിട്ടാത്ത സ്ഥിതിക്ക് ചിലപ്പോൾ പവറിൻ്റെ ഏരിയയിൽ തന്നെയുള്ള പ്രശ്നമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും. അല്ലാതെ ഇപ്പോൾ മെയിൻ ഐ സി പ്രശ്നമില്ല, അതെല്ലാം കൺട്രോൾ ആകുന്നുണ്ട്, എടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇപ്പോൾ സബ്വൂഫർ പ്ലസ് ഇങ്ങോട്ട് ഓക്കെ. കുറേ ഇതല്ലല്ലോ, ഇത് പെൻഡ്രൈവ് മാത്രം കിട്ടാത്തതാണോ, അങ്ങനെ പലതും നോക്കാം. ബ്ലൂടൂത്തും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കാം. ഊപ്പർ കുഴപ്പമില്ല. ബ്ലൂടൂത്ത് നോക്കാം. ബ്ലൂടൂത്ത് കാണിച്ചു. ഇങ്ങനെയുള്ള ഈ സോക്കറ്റുകളുള്ള എല്ലാവരും ഒരു സ്പീക്കറെങ്കിലും കൊണ്ടുവരണം. ഇത് വർക്കായല്ലോ. മുറുക്കാത്തതുകൊണ്ടായത് ഒച്ച കേൾക്കുന്നത്. നമ്മൾ മുറുക്കാത്തതുകൊണ്ട് എയർ തള്ളുന്ന, പേടിക്കണ്ട, എയർ തള്ളുന്ന. ലൈൻ മാത്രമേ വരുന്നത്, സൗണ്ടും ചെറുതായിട്ട് വരുന്നത്. അതിലിപ്പോൾ സ്ക്രീനേ ഇല്ല, ജസ്റ്റ് സൗണ്ട് മാത്രം കേൾക്കും. ലെഡ് ഇട്ട് വെക്കണമല്ലോ അല്ലേ ഏട്ടാ? ലെഡ് ഇട്ട് വേണമല്ലേ? റെക്കോർഡിങ് വർക്ക് നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ? ഇവരിത് കൊണ്ടുവരുമ്പോൾ ആൾക്കാർക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും സ്പീക്കർ കൊണ്ടുവരാത്തത്. പക്ഷെ നമുക്കതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ട് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സോക്കറ്റുകളുള്ളവരത്, ഓരോ കമ്പനിക്കും ഓരോ സോക്കറ്റുകളാണ്, ഓരോ മോഡലിന്. ഇപ്പോൾ സോണിക്ക് തന്നെയാണെങ്കിൽ എത്ര സോക്കറ്റ് ഉണ്ടെന്നറിയാം. ഓരോ മോഡൽ അനുസരിച്ച്, ആംബിയർ വ്യത്യാസം അനുസരിച്ച് സ്പീക്കർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി കുത്താതിരിക്കാൻ വേണ്ടിയിട്ട്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് കയറ്റി ഇങ്ങനെ കുത്തുമ്പോൾ കൂട്ടിമുട്ടിയാലും കുഴപ്പമാണ്. ഓക്കെ, ഒന്നേ പാട്ടിടാം. നമ്മളിടയ്ക്ക് സംസാരം ഇല്ലാതെ വരുന്നുണ്ട്. മ്യൂസിക് ഇടുന്ന ആൾക്കാർക്ക് എതിർപ്പായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ
മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഇതാണേലും ഇടയ്ക്ക് ഓഡിയോ ഇല്ലാതെ വരുന്നുണ്ട്. ഒരു പാട്ടിടാം. ഹലോ ഹലോ, ആ പറഞ്ഞോ. നമുക്ക് ഏതെങ്കിലും ഇൻപുട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനല്ലേ ഇപ്പൊ പോയത്. ഇപ്പൊ ഇത് ഓണാകും തന്നെ തോന്നല്ലായിരുന്നു. ഒന്നുമില്ല, ഉണ്ടല്ലേ. ഇപ്പം എനിക്കറിയേണ്ട വേറൊരു കാര്യമുണ്ട്. വോൾട്ടേജ് പോവുകയാണെങ്കിൽ ഇത് എന്നാ പോയെന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടോ നോക്കിയേട്ടാ, ഉണ്ട്. അപ്പോൾ വോൾട്ടേജ് ഉണ്ട്. ഇപ്പോൾ അവിടെ വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ പവർ സപ്ലൈ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ എനിക്ക്. സപ്ലൈ ആണോ? ഇപ്പം സപ്ലൈ ഉണ്ട് താനും, ഇടയ്ക്ക് തെളിയാതെ പോകുന്നു. ഓഡിയോ ഇടയ്ക്കെല്ലാം വരുന്നുണ്ട്, ക്ലിയർ ആയിട്ട് വരുന്ന സമയത്ത് എല്ലാ ചാനലും വന്ന് ക്ലിയർ ആയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഈ ബോർഡിലുള്ള എന്തോ ഒരു പ്രശ്നമുണ്ട്. ബോർഡിൽ എന്തോ ഷൂട്ടിങ്ങോ അല്ലെങ്കിൽ പ്രോസസ്സർ ഐസി കംപ്ലൈൻറ്റോ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടിരുന്ന് നമ്മുടെ ബാക്കി പണികളൊന്നും നടക്കാത്തതുകൊണ്ട് തൽക്കാലത്തേന് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ വോൾട്ടേജ് എല്ലാം ശരിയാണെങ്കിലും ഓഡിയോ ഔട്ട് വരുന്നില്ല. അപ്പോൾ പലരും ഇതുപോലെ കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇതിൻ്റെ ഓഡിയോ ഔട്ട് ബോർഡ് ഒരു വർഷം കഴിയുമ്പോൾ പോകുന്നു, അത് മാറിയിട്ടിട്ട് വരെ നിൽക്കുന്നില്ലെന്ന്. ഇത് തന്നെയാണ് ബോട്ടും.